പല വീടുകളിലും വരുന്നൊരു പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ ടാങ്കിൽ വെള്ളം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇതേപോലെ ലീക്കേജ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ തറന്റെ സൈഡിൽ കൂടെ ആയിരിക്കും മൊത്തം പൈപ്പുകൾ നമ്മൾ പ്ലംബിംഗ് പൈപ്പുകളൊക്കെ ഇട്ടുണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലത്തെ ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ തറന്റെ ഉൾഭാഗത്തേക്കാണ് ഈ വെള്ളം കംപ്ലീറ്റും പോവുക. കുറച്ച് കാലം കഴിയുമ്പോഴാണ് അത് പുറത്തേക്ക് തള്ളിച്ച് വരിക. ഇവിടെ പൊട്ട് ഓവർ ആയപ്പോഴാണ് പുറത്തേക്ക് വന്നത്. മോട്ടറിൽ വെള്ളം കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട്, ടാങ്കിൽ വെള്ളം കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ലീക്ക് കണ്ടുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അത് മാത്രമല്ല, ഈ പൊട്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ആ തറന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് കോർണറിലാണ്, തറക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പ്ലംബിംഗ് പൈപ്പ് ഇടുന്ന സമയത്ത് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പിന്നെ പൈപ്പ് ഇത് പൊട്ടാനുള്ളൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ വൈഡാക്കി ഇട്ടതുകൊണ്ടാണ് ഇത് പൊട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ ഷോർട്ട് ബെൻഡ്, ലോക്കൽ ഷോർട്ട് ബെൻഡാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് അതേപോലെ മണ്ണും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയൊരു എമൗണ്ട് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ് കേട്ടോ.